ആംബുലൻസ് രോഗിയില്ല, അതിങ്ങനെ ശബ്ദം മുഴക്കി പോവാണ്. പല ആംബുലൻസിലും ഇത് ഡ്രൈവർമാർ മയക്കുമരുന്ന് വിൽക്കാൻ അത് പ്രേരിപ്പിക്കുന്നതിനുള്ള പരാതി വന്നു. ആളുകൾ ഈ ജഗ്ഗി ഓൺലൈനിലൂടെ വിളിച്ച് ഫുഡ് കൊണ്ടിരുന്നത് അവരെ സ്വിഗ്ഗി സൊമാറ്റോ അവരെ പറ്റിയും പരാതി വരുന്നുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത് മുന്നറിയിപ്പാണ്, ഈ പരിപാടി അവസാനിപ്പിക്കും. സൊമാറ്റോ അതോടൊപ്പം തന്നെ സ്വിഗ്ഗി ഈ വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അവരാണ് ഇതിനെ പലയിടത്തും ഇത് കൊണ്ട് കൊടുക്കുന്നത്. കാരണം അവരെ ആരും ചെക്ക് ചെയ്യാറില്ല, ഫുഡ് കൊണ്ടുപോകല്ലേ. അപ്പോൾ അവരോട് ഞാൻ പറയും, നിങ്ങളിത് അവസാനിപ്പിക്കണം. വെറുതെ ആവശ്യമില്ലാതെ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരേണ്ട നടപടി ഉണ്ടാകരുത്. ഇതുവരെ ചെയ്തൊക്കെ ചെയ്തു, ഇനി ഇത് അവസാനിപ്പിക്കണം. കർശന നടപടി ഇക്കാര്യത്തിലുണ്ടാകും. 26-ാം തീയതി കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും ഓപ്പറേഷൻ തുഫാനുമായി ബന്ധപ്പെട്ട് MLA-മാരുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന് പ്രതിജ്ഞയെടുക്കുകയും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്കൂളിൽ ഓരോ നിയോജക മണ്ഡലങ്ങളിലും അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ് ഈ ജൂൺ 26. അന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരിപാടി ഉണ്ടാകും. MP-മാർ പങ്കെടുക്കും, MP-മാർ പങ്കെടുക്കും, പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തുഫാൻ മാറ്റാനാണ് ഉദ്ദേശിച്ചത്. ഓപ്പറേഷൻ തുഫാൻ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, ഓപ്പറേഷൻ സ്ട്രൈക്ക്, പോലീസ് കടന്നു ചെന്ന് അത് റെയ്ഡ് ചെയ്ത് പിടിക്കുക. ഇപ്പം ജനങ്ങൾ റെയ്ഡ് ചെയ്ത് തുടങ്ങി, എല്ലായിടത്തും പഞ്ചായത്തുകൾ പോയി റെയ്ഡ് ചെയ്യുന്നു, നല്ല കാര്യമാണ്. പോലീസ് റെയ്ഡ് ചെയ്ത് ലഹരി ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിക്കുന്നു, മയക്കുമരുന്ന് പിടിക്കുന്നു. ഇതുവരെ ഞങ്ങൾ കഴിഞ്ഞ 17 ദിവസമായി 15 കോടി രൂപയുടെ അടുത്ത സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. 15 കോടി രൂപ വില വരുന്ന ഈ മയക്കുമരുന്ന് സാധനങ്ങൾ പിടിച്ചെടുത്തു.